അപ്പോൾ അത് നമ്മുടെ മുന്തിരിയൊക്കെ നല്ലപോലെ ഇവിടെ വീർത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ഞാനതിലേക്ക് എരിവിനായിട്ട് 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നതിന് പകരമായിട്ട് നിങ്ങൾക്ക് അച്ചാർ പൊടി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും സെയിം രീതിയിൽ തന്നെ അച്ചാർ റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ എണ്ണയിലിട്ടിട്ട് ഈ ഒരു മുളക് പൊടിയൊക്കെ നല്ലപോലെ മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ നാരങ്ങ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഓരോ നാരങ്ങ 4 പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി കുറച്ചും കൂടെ ചെറുതാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 8 പീസൊക്കെ ആക്കിയിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നാരങ്ങ ഇതിലേക്ക് ചേർത്ത് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ വേവിക്കാതെയാണ് നമ്മൾ നാരങ്ങ ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ നല്ല പഴുത്ത നാരങ്ങ എടുത്തതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് ഡയറക്റ്റ് ആയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കട്ട് ചെയ്തിട്ട് ഒരുപാട് സമയം അങ്ങനെ വെച്ച് കൊടുക്കരുത്. അപ്പോഴാണ് നമ്മൾ നാരങ്ങയ്ക്ക് ശരിക്കും ആ ഒരു കയ്പ്പ് ടേസ്റ്റ് വരുന്നത്. അപ്പോൾ അത് നാരങ്ങയൊക്കെ ചേർത്ത് നല്ലപോലെ മിക്സ്